പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പ്രവാസികളായ സൗദി അറേബ്യയിലെ സുഹൃത്തുക്കൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോവുമായിട്ട് വരുന്നത്. ഇപ്പോൾ ഈടായിട്ട് പല കുടുംബങ്ങളും ഉംറയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദമാമിലും ജിദ്ദയിലും റിയാദിലൊക്കെ വന്ന് താമസിച്ച് അവരുടെ ബന്ധപ്പെട്ടവരുടെ താമസിച്ചിട്ടാണ് ഉംറയിലേക്ക് പോകുന്നത്. ഇതിൽ എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത് ഒരു പുതിയ റൂൾസ്, പലവർക്കും ഇത് പുതിയതായിരിക്കാം, ചിലർക്ക് അറിയുന്നവരുണ്ടായിരിക്കാം. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ വളരെ വേണ്ടപ്പെട്ട ആളുകൾ ദമാം എയർപോർട്ടിലെത്തുകയും എയർപോർട്ടിലെത്തി ഉംറയ്ക്ക് വന്ന് ദമാമുൽ എയർപോർട്ടിൽ ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ പുള്ളിക്ക് പുറത്തോട്ടിറങ്ങാൻ കഴിയില്ല. കാരണം പഴയ പ്രവാസിയായിരുന്നു. അദ്ദേഹത്തിന് ഇവിടുന്ന് പോകുന്ന സമയം തർഹീൽ വഴിയാണ് പോയത്, അതായത് ഡീപ്പോർട്ടേഷൻ സെൻറ്റർ വഴിയാണ് പോയത്. അന്ന് ഉറൂബ് കാലങ്ങളിൽ ഉറൂബായിട്ടും അല്ലാതെ എക്സ്പയർ ആയിട്ടൊക്കെ പോയ ഒരുപാട് ആളുകളുണ്ട് തർഹീൽ വഴി. അത്തരത്തിലുള്ള ആളുകൾക്ക് സൗദി അറേബ്യയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും 10 വർഷം കഴിയണം ഉംറയോ ഹജ്ജോ ചെയ്യണമെങ്കിൽ. അതൊരു പുതിയ റൂളാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് നേരിട്ട് അറിഞ്ഞതുകൊണ്ടാണ് ഇത് അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസം എന്ന സംഭവത്തിൽ നമ്മളിവിടെ പ്രൊഫഷണൽ നാസ് വക്കം, പ്രൊഫഷണൽ സാമൂഹ്യ പ്രവർത്തന നാസ് വക്കം ആയിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹം ജവാസാത്ത് എയർപോർട്ടിൽ മുതിരുമായിട്ട് വിളിച്ച് സംസാരിച്ചപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞ ഒരു മെസ്സേജാണ്, ഇവിടേക്ക് വരുന്ന ആളുകൾക്ക് ഉംറ ഹജ്ജ് ഇതിന് 10 വർഷം തികയണം. അല്ലാതെ വിസയ്ക്ക് വരുന്നതിന് 3 വർഷം കഴിഞ്ഞ വിസയ്ക്ക് വരാം, വിസിറ്റിങ്ങിന് വരാം, ടൂറിസ്റ്റ് വിസയ്ക്ക് വരാം, അതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഉംറ വിസയ്ക്ക് വരുന്നവർ തർഹീൽ വഴിയോ എന്തെങ്കിലും കേസിലകപ്പെട്ട് ഇവിടുന്ന് പോയി നാട്ടിലേക്ക് പോയവർ തിരിച്ചു വരുമ്പോൾ അത് 10 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ഉംറക്കോ ഹജ്ജിനോ വരാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിത് നേരിട്ട് അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ സംഭവത്തിൽ എൻ്റെ ഉമ്മാടെ അനിയത്തിയുടെ ഭർത്താവും അനിയത്തിയും വന്നിരുന്നു. അനിയത്തി പുറത്തോട്ടിറങ്ങി, പുള്ളിയെ തിരിച്ചയച്ചു. പുള്ളി വന്നിട്ട് 8 വർഷം മുമ്പാണ് തർഹീൽ വഴി നാട്ടിലേക്ക് പോയത്. 2 വർഷം ബാക്കിയുണ്ടെന്നാണ് മുതിർ പറഞ്ഞത്. അപ്പോൾ റൂൾസ് ഇംപ്ലിമെൻ്റ് ആയിട്ടുണ്ട്. 10 വർഷമാണ് ഉംറയ്ക്കും അതുപോലെ തന്നെ ഹജ്ജിനും വരുന്നവർ ഈ ഡീപ്പോർട്ടേഷൻ സെൻറ്റർ വഴി തർഹീൽ വഴി പോയത് നാട്ടിലേക്ക് പോയത്. അത് എന്ത് കേസിലകപ്പെട്ടാണെങ്കിലും അല്ലാതെയും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പൊതുമാപ്പ് സമയത്ത് തർഹീൽ വഴി പോയവരുണ്ട്, ഡീപ്പോർട്ടേഷൻ സെൻറ്റർ വഴി ഒരുപാട് ആൾക്കാർ പോയവരുണ്ട്, എക്സ്പയർ ആയിട്ട് പോയവരുണ്ട്. അവർ ശ്രദ്ധിക്കുക, തർഹീൽ വഴി എക്സിറ്റ് അടിച്ചവർ തീർച്ചയായും ഉംറയ്ക്ക് വരുമ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടേ ഇവിടെ ഇറങ്ങാൻ കഴിയുള്ളൂ. അത് 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസക്ക് വരുന്നതിനോ അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസക്ക് വരുന്നതിനോ ടൂറിസ്റ്റ് വിസക്ക് വരുന്നതിനോ യാതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ കേസില്ലാത്തവർക്കട്ടെ, ഇവർക്ക് പറ്റ മത്ലൂബായവരുണ്ട്, പെർമനൻ്റ് ആയിട്ട് ഇവർക്ക് തിരിച്ചു വരാൻ പറ്റാത്തവരുണ്ട്. അങ്ങനത്തെ കേസുകൾപ്പെട്ടവർക്കല്ല, സാധാരണ തർഹീൽ പോയവർക്ക് കാര്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾക്ക് മാക്സിമം ഉപകാരപ്പെടാവും. കാരണം ഒരുപാട് ആളുകൾ വന്ന് മടങ്ങി പോകുന്നവരുണ്ട്. ഇത് അവരുടെ അറിവിലേക്ക് എത്തിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.